ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാത്സിലെ ഐഡന്റിറ്റീസ് ആണ് പറയുന്നത്. ഇത് സ്റ്റേറ്റ്, സി ബി എസ് ഇ, ICSE എല്ലാ സ്റ്റുഡൻസിനും ഒരു 7ാം ക്ലാസ് തൊട്ട് ആവശ്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ആദ്യത്തെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് A+B ഹോൾ സ്ക്വയർ, A² + 2AB + B². ഇത് തോന്നുന്നു ഇതറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ A+B ഹോൾ സ്ക്വയർ, A² + 2AB + B². അപ്പോൾ എങ്ങനെയാണ് A+B ഹോൾ സ്ക്വയർ വരുന്നതെന്ന് നമ്മൾ ആലോചിച്ചു. വളരെ സിമ്പിൾ ആണ്. A+Bനെ A+B കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് A × A A², A × B + AB, B × A എന്ന് പറയുന്നത് AB തന്നെ എഴുതാം, പ്ലസ് AB, B × A is equal to AB, AB യും B യും, അത് നമ്മുടെ A × B യും B × A ഈക്വൽ ആണ്, B × B², B². അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ 2 AB ഉണ്ട്. രണ്ട് AB കൂടി കൂട്ടുമ്പോൾ 2AB കിട്ടും, A² + 2AB B². അങ്ങനെയാണ് ഈ A+B ഹോൾ സ്ക്വയർ, A+B × A+B × A+B ഹോൾ സ്ക്വയർ, A² + 2AB + B² എന്നുള്ള ഒരു ഐഡന്റിറ്റി അങ്ങനെ വരുന്നത്. നമ്മളത് പഠിച്ചു വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇങ്ങനെ പഠിച്ചു വെച്ചില്ലെങ്കിലും ഇത് ചെയ്യാൻ അറിയുന്നവർക്ക് ഇത് ചെയ്യാം. ഇനി ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ ഒരു കുട്ടിക്ക് 101ന്റെ സ്ക്വയർ കാണാം. 101 × 101 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 101നെ 100 + 1 എഴുതാം. 101 സ്ക്വയറിനെ 100 + 1 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ A+B ഹോൾ സ്ക്വയർ = A² +, അപ്പൊ എയുടെ സ്ഥാനത്തുള്ളത് ഏതാ, 100 സ്ക്വയർ. അതുപോലെ തന്നെ 2AB, 2 × 100, ബിയുടെ സ്ഥാനത്ത് ഏതാണ്, 1 ആണ്. 2AB, 2 × 100 × 1 + 1. അപ്പോൾ നമുക്ക് 100 സ്ക്വയർ എന്ന് പറയുന്നത് 10,000 ആണ്. 2 × 100 എന്ന് പറഞ്ഞാൽ 200 × 1, അപ്പോൾ 10,201. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഐഡന്റിറ്റി നമുക്ക് നോക്കാം. A-B ഹോൾ സ്ക്വയർ. അത് A-B × A-B ചെയ്യുമ്പോൾ വരുന്നതാണ്. അത് A² - 2AB + B² ആണ്. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ 99 സ്ക്വയർ കാണണം. അപ്പോൾ 99 × 99 ചെയ്യുന്നതിന് എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 100 - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇത് A-B ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല വരാം. അപ്പോൾ A² - 2AB + B², യുടെ സ്ഥാനത്ത് 100 ആണ്. 100 സ്ക്വയർ - 2 × 100 × 1 + B² എന്ന് പറയുന്നത് 1 ആണ്. 1ന്റെ സ്ക്വയർ, അതുകൊണ്ടാണ് +1 എഴുതുക. +1ന്റെ -1 സ്ക്വയർ എന്ന് പറയുന്നത് +1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് +1 സ്ക്വയർ. അപ്പോൾ 10,000 - 200 + 1, അപ്പോൾ 10,200 കുറച്ച് 9,800 + 1, 9,809. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് കിട്ടി. ഇനി അടുത്തത് A² - B². A² - B² എന്ന് പറഞ്ഞാൽ A+B × A - B ആണ്. A+B × A - B. നിങ്ങൾ A+B × A - B മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് A² - B² കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ഞാനത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. A × A, A², A × -B -AB, B × A, AB or BA, plus B × -B -B². അപ്പോൾ നമുക്കറിയാം, പോസിറ്റീവിൻ്റെ പോസിറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, -AB യും AB ക്യാൻസൽ ചെയ്തു പോകും. A² - B². അങ്ങനെയാണ് A+B × A - B, A² - B² എന്ന് പറഞ്ഞാൽ ഈ ഐഡന്റിറ്റി കിട്ടണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യണം, 100 സ്ക്വയർ - 1 സ്ക്വയർ കാണണം. ഇത് വളരെ സിമ്പിളാണ്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ 100 + 1 × 100 - 1 ഇത് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്ത ഐഡന്റിറ്റിയാണ് X + A × X + B. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ 2 ടേബിൾ സെയിം ആണ്, പക്ഷേ ഈ 2 ടേബിൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഇത് കിട്ടുക. അതിനൊന്ന് ജനറലൈസ് ചെയ്ത് എഴുതിയത് മാത്രം. X² + A + B × X + AB. X + A × X + B × X² + A + B × X + AB. ഇത് ഫാക്ടറൈസേഷനൊക്കെ ഇത് വളരെ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു ഫോർമുലയാണ്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 102 × 103 ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ നോർമൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എളുപ്പമാണ്. നമുക്കതിനെ 102നെ 100 + 2 എന്ന് എഴുതാം, 103നെ 100 + 3 എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് X + A × X + B എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് വരാം. കാരണം ഇവിടെ എക്സിന്റെ ടേം 2 100 ആണ്, A 2 B 3. അപ്പോൾ 100 സ്ക്വയർ + X² + A + B, 2A യും B യും, A 2 യും B 3 ആണ്. 2 + 3 × 100 പ്ലസ് AB എന്ന് പറയുന്നത് 2 × 3. അപ്പോൾ 10,000 + 2 + 3 5, 5 × 100 500 + 6. അപ്പോൾ 10,506, 10,506 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുക. ഇതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. മനസ്സിലാക്കി ഈ ഫോർമുല നമുക്ക് ബൈ ഹാർട്ട് ഒന്നും ചെയ്യാതെ തന്നെ പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ. ദിസ് ഈസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.